ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞും മഴയും ഇനിയും രൂക്ഷമാകുന്ന മുന്നറിയിപ്പുകൾ തുടരുന്നു. ഇതിന് പിന്നാലെ ജനത്തിന് ഭീഷണിയായി വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നിലവിൽ വന്നു. തെക്കൻ ഇംഗ്ലണ്ടിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും നേരിയ താപനില കാരണം മഞ്ഞുരുകുമെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തെക്കൻ ഇംഗ്ലണ്ടിലെ ജലനിരപ്പുകൾ ഉയരുകയാണ്. 100-ലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ചില ഭാഗങ്ങളിൽ 260-ലധികം ഗുരുതര വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകി. കനത്ത മഞ്ഞും മഴയും 2 ദിവസമായി യുകെയിലെ റെയിൽ വ്യോമ ഗതാഗത മേഖലയെ താറുമാറാക്കി. റോഡ് ഗതാഗതവും മിക്കയിടത്തും തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആംബർ കാലാവസ്ഥാ മുന്നറിയിപ്പ് തിങ്കളാഴ്ച രാവിലെ വരെ നീട്ടി. സ്കോട്ട്ലൻഡിന്റെയും വെയിൽസിന്റെയും ഇംഗ്ലണ്ടിലെ മറ്റിടങ്ങളിലെയും ചില ഭാഗങ്ങളിൽ കടുത്ത യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് HMPV വൈറസ് ബാധിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ കേസും ബംഗളൂരിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 3 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 8 മാസമുള്ള കുഞ്ഞിനാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ഡിസ്ചാർജായി പോയ 3 മാസം പ്രായമുള്ള കുട്ടിയിലും HMPV കണ്ടെത്തിയത്. രോഗം സ്ഥിരീകരിച്ച കുഞ്ഞുങ്ങളോ അവരുടെ കുടുംബാംഗങ്ങളോ രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലോ മറ്റോ പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ചൈനയിലാണ് ആദ്യം HMPV വൈറസ് പടർന്നു തുടങ്ങിയത്. 2001 ഇത് കണ്ടെത്തിയതെങ്കിലും നാളിതുവരെയായി വാക്സിൻ കണ്ടെത്തിയിരുന്നില്ല. ചൈനീസ് വേരിയന്റ് ആണോ ബംഗളൂരുവിലേത് എന്നതിൽ സ്ഥിരീകരണമില്ല. പരിശോധന തുടരുകയാണ് കർണാടക ആരോഗ്യ വകുപ്പ്. റിഫോം UK നേതാവ് നൈജൽ ഫറാജിനെ അപ്രതീക്ഷിതമായി തള്ളിപ്പറഞ്ഞ് ശതകോടീശ്വരൻ എലോൺ മസ്ക്. റിഫോം UKയുടെ നേതൃത്വ പദവിയിൽ നിന്നും നൈജൽ ഫറാജിനെ മാറ്റണമെന്ന് എലോൺ മസ്ക് ആവശ്യപ്പെട്ടു. തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ പാർട്ടിയെ നയിക്കാൻ ആവശ്യമുള്ളത് ഫറാജിനില്ലെന്നാണ് മസ്ക് തുറന്നടിച്ചത്. റിഫോംസ് പാർട്ടിക്ക് സംഭാവന നൽകാൻ മസ്ക് തീരുമാനിച്ചെന്ന ഫറാജിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. നേരത്തെ ബ്രിട്ടനെ സാമ്പത്തികമായി സഹായിക്കാൻ US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ താൻ തയ്യാറാണെന്നും ഫറാജ് പ്രസ്താവിച്ചിരുന്നു. തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസണിനെ ജയിലിൽ നിന്നും വിട്ടയക്കണമെന്ന മസ്കിന്റെ ആവശ്യത്തോട് ഫറാജ് പിന്തുണ നൽകാൻ വിസമ്മതിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് മസ്കിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന് ഫറാജ് അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ലക്ഷ്യമിട്ട സ്റ്റാർമർ സർക്കാരിന്റെ 10 വർഷത്തെ സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കും. കഴിഞ്ഞ ലേബർ ഗവൺമെന്റ് 6 ലക്ഷം കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതി. കുട്ടികളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റണമെങ്കിൽ ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് ശിശു സംരക്ഷണവും യാത്രാഭത്തയും ഉൾപ്പെടെ സർക്കാർ അധിക പിന്തുണ നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. ഈ മാസം തന്റെ ബജറ്റ് പാസ്സാക്കുന്നത് തടഞ്ഞാൽ ജനരോഷം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ജോൺസിനി. എഡിൻബറോയിൽ നടത്തിയ പ്രസംഗത്തിൽ ബജറ്റ് നടപ്പാക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പൊതുസേവനങ്ങൾ തകരാറിലാകുമെന്നും സ്കോട്ടിഷ് വോട്ടർമാർക്ക് മുന്നിൽ പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരുമെന്നും സുന്നി മുന്നറിയിപ്പ് നൽകി. ഒന്നുമില്ലാത്ത ബജറ്റ് എന്തിനാണ് അവതരിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. നിലവിൽ സുന്നി നയിക്കുന്ന സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്ക് പാർലമെന്റിൽ മതിയായ ഭൂരിപക്ഷവുമില്ല. യുകെയിലെ സാമ്പത്തിക മുരടിപ്പിന്റെ പ്രധാന കാരണം വിവിധ പ്രദേശങ്ങളിൽ തൊഴിൽ നൈപുണ്യമുള്ളവരുടെയും ബിരുദം നേടിയവരുടെയും എണ്ണത്തിലെ വലിയ അന്തരമെന്ന് റിപ്പോർട്ട്. ലണ്ടനും തെക്ക് കിഴക്ക് പ്രദേശങ്ങളും തൊഴിൽ നൈപുണ്യമുള്ളവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യുകെയിലെ സാമ്പത്തിക വളർച്ചാ പ്രദേശങ്ങൾ തമ്മിലുള്ള നൈപുണ്യ വിടവ് ഇപ്പോഴും അതിരൂക്ഷമായി തുടരുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ 2035 ലണ്ടനിലെ 71% പേരും സ്കോട്ട്ലൻഡിലെ 65% പേരും ബിരുദം നേടുമ്പോൾ ഈസ്റ്റ് യോർക്ക്ഷയറിലെ വെറും 29% പേരും നോർഫോക്കിൽ 39% പേരും മാത്രമാകും ഈ യോഗ്യതകൾ നേടുന്ന ബ്രിട്ടീഷുകാർ. ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യുൻ സുക് യോളിനെതിരെയുള്ള അറസ്റ്റ് വാറന്റ് നടപ്പാക്കാൻ പോലീസിനോട് വീണ്ടും ആവശ്യപ്പെട്ട് ദക്ഷിണ കൊറിയയിലെ അഴിമതി വിരുദ്ധ ഏജൻസി. വെള്ളിയാഴ്ച കൊണ്ടുവന്ന അറസ്റ്റ് വാറന്റ് നടപ്പാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആവശ്യം. പട്ടാള നിയമം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലാണ് യുണിനെതിരെയുള്ള അറസ്റ്റ് വാറന്റ്. പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പരിശോധന നടത്താനുമുള്ള വാറന്റുകൾ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് യുണിന്റെ നിയമവിഭാഗം സമർപ്പിച്ച നിരോധനാജ്ഞ ഞായറാഴ്ച സോൾ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി തള്ളിയിരുന്നു. ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനം രാജിവെക്കുമെന്ന് കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് രാജി പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രി തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2013 പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ ട്രൂഡോ ലിബറൽ നേതാവായി ചുമതലയേൽക്കുകയും ആദ്യമായി ഹൗസ് ഓഫ് കോമൺസിൽ 3ാം സ്ഥാനത്തേക്ക് താഴുകയും ചെയ്ത അവസ്ഥയാണ് പിന്നീട്. ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്നും ധനമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീഡൻ രാജിവെച്ചതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജിയിൽ വിധി പറഞ്ഞത്. കണ്ണൂർ റേഞ്ച് DIG അന്വേഷണ മേൽനോട്ടം വഹിക്കണം. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടുകൾ DIGക്ക് കൈമാറണം. അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ പുരോഗതി ഹർജിക്കാരിയെ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 106.82 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.83 രൂപ. ഒരു യൂറോ 88.36 രൂപ. ഒരു പൗണ്ട് 1.24 US ഡോളർ. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.